1 അധ്യായം 8 വാക്യം, but you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലെ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചുമൊക്കെ ധാരാളമായി നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നുള്ളത് കേവലം ഒരു കേൾവിയല്ല, അത് വ്യക്തിപരമായ നമ്മളുടെ അനുഭവമാണ്. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുഭവിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ വായിച്ച വാക്യത്തിൽ ഒരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഈ ഒരു വാക്ക്, ഈ ഒരു പദപ്രയോഗം ബൈബിളിൽ പലയിടത്തും ഇന്ന് ഒരുപക്ഷെ ഞാൻ വായിപ്പിക്കുന്ന പല വാക്യങ്ങൾക്കകത്തും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏതാണ്? നിങ്ങളുടെ മേൽ വരുമ്പോൾ. നിങ്ങളുടെ മേൽ വരുമ്പോൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയും ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അനിവാര്യതയും എത്രയധികമെന്ന്, അതിൻ്റെ ആഴം എത്ര ശക്തമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഭൂമിയിൽ നമുക്ക് സകലത്തിലും മാതൃകയായ, സകലതും നമുക്ക് കാണിച്ചു തന്ന, ഒരു പരിധിവരെ സകലതും നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ യേശു കർത്താവിനെ നോക്കിയാൽ മാത്രം മതി. കാരണം ബൈബിൾ പറയുന്നു യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അതെല്ലാം കൂടെ എഴുതിയാൽ ഈ ലോകത്തിലെ ഒരു പുസ്തകങ്ങളിലും അത് എഴുതി തീർക്കാൻ കഴിയുന്നില്ല. മുഴുവനും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടിയതിനകത്തുനിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങൾ നോക്കേണ്ടത് മനുഷ്യരിലല്ല, നിങ്ങൾ നോക്കേണ്ടത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിലേക്കാണ്. ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ്. യു ഫിക്സ് ഇറ്റ് യുവർ ഐസ് ഓൺ ജീസസ്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പിക്കുക. അതുകൊണ്ടാണ് എബ്രായർ 3:1 പറയുന്നത്, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 പറയുന്നു യേശുവിനെ നോക്കുക. എബ്രായർ 13:1 എഴുതിയിരിക്കുന്നു യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ തൻ്റെ വചനത്തിലൂടെ തൻ്റെ പ്രവൃത്തികളെയും പ്രവർത്തനങ്ങളെയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം ഭയങ്കര വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷയും ചെയ്യാൻ, ഒരു പ്രവൃത്തിയും ചെയ്യാൻ നോട്ട് പോസിബിൾ ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ്. നോട്ട് പോസിബിൾ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ യേശുവിന്റെ ലൈഫ് മാത്രം നോക്കിയാൽ മതി. Our Lord Jesus is waited 30 years for what? 30 വർഷം ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി യേശു വെയിറ്റ് ചെയ്തു. ലൂക്കോസ് സുവിശേഷം 3 അധ്യായം 21, 22, 23 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. 22 വാക്യം, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു, യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. തൊട്ടു താഴെയുള്ള വാക്യത്തിൽ നാം കാണുന്നു, അവൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 ഏകദേശം
30 വയസ്സായിരുന്നു. യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ്, തൻ്റെ മിനിസ്ട്രി, പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ യേശു തുടങ്ങുന്നതിന് മുൻപ്, തൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് വരാതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു ആ പ്രവൃത്തി ആരംഭിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ശുശ്രൂഷയിൽ ഒരു പ്രവൃത്തിയും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ലൂക്കോസ് 4:1 വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം 3:21-22 പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേലിറങ്ങി വന്നു. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും നിങ്ങൾ ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകുമെന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ മേൽ എന്ന ആ വാക്ക്, പദപ്രയോഗം, ആ സംഭവം ഒത്തിരി സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതാ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശുവിന്റെ വചനം പ്രമാണിക്കുന്നവരാണെങ്കിൽ, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നിങ്ങളും പരിശുദ്ധാത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവിൽ നിറയുക. ലൂക്കോസ് 4:13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. The Gospel of Luke chapter 4:1, the Bible says full of the Holy Spirit. Word 14 says the power of the Holy Spirit. Hallelujah. We can see there different levels of the Holy Spirit. Amen. Yes. Fullness, power. Amen. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു. ആ ശക്തി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. That is dunamis power. ഈ ലോകത്തിലുള്ള എല്ലാ ശക്തിയെക്കാളും ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവെന്ന ആ ശക്തിയോട് തുലനം ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തികളുമില്ല. The greatest power in this world is the power of the Holy Spirit. Hallelujah. Hallelujah. Amen. Amen. Yes. Yes. Hallelujah. Hallelujah. Thank you Jesus. Thank you Lord Jesus. യേശു ഈ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് ചെന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ, ലൂക്കോസ് 4:18-19 വാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്, യേശു ആ ദൈവാലയത്തിൽ, പള്ളിയിൽ, ചർച്ചിൽ ചെന്ന് നിന്നിട്ട് പുസ്തകം തുറന്ന് യേശു വായിക്കുകയാണ്. ആ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയ ആ പ്രവചന ശബ്ദത്തെ, പ്രവചനത്തിന്റെ ചുരുളുകൾ തുറന്ന് വായിച്ച ശേഷം he declared himself. Yes. Who is he? He declared himself. Who is he? അവൻ പ്രഖ്യാപിക്കുകയാണ് അവൻ ആര് എന്നുള്ളത്. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. The Spirit of the Lord is upon me. Amen. Because he has anointed me to preach the gospel to the poor. Amen. Let us say everyone, the Spirit of the Lord is upon me. The Spirit of the Lord is upon me. He is inside me. He is inside me. Hallelujah. That is my confidence. That is my courage. Amen. That is my strength. Amen. എന്റെ ശക്തി, എന്റെ courage, എന്റെ കോൺഫിഡൻസ്, ഇതെല്ലാം നിൽക്കുന്നത് ഒറ്റ കാര്യത്തിലാ. Hallelujah. അവന്റെ ആത്മാവ് എന്റെ മേളിൽ ഉണ്ട്. Amen. Amen. ബദ്ധന്മാർക്ക് വിടുതലും
കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതന്മാരെ വിടുവിച്ച് അയക്കാനും. The Bible says the Lord anointed Jesus. സർവശക്തനാകുന്ന ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. The anointing is very precious. Amen. Yes. Amen. Amen. അഭിഷേകം ഏറ്റവും വിലപ്പെട്ടതാണ്. Amen. Amen. വാ തുറന്ന് പറഞ്ഞ അഭിഷേകം വിലപ്പെട്ടതാണ്. അഭിഷേകം അഭിഷേകം ബലപ്പെട്ടതാണ്. Anointing is very precious. Anointing is very Precious. യേശു പറയുന്നു, സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. Amen. Amen. അപ്പം സുവിശേഷം അറിയിക്കുവാൻ അഭിഷേകം വേണം. Yes. Hallelujah. The second thing, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാൻ. എന്തായിരുന്നു യേശുവിന്റെ സന്ദേശം? Absolutely, there is a deliverance message. Yes. Yes. All his message is related to the deliverance and Amen. freedom. Amen. Amen. യേശുവിന്റെ സന്ദേശം മുഴുവൻ ആളുകളെ ഡെലിവർ ചെയ്യുന്നതായിരുന്നു. Yes. ജനത്തെ ഫ്രീ ആക്കുന്നതായിരുന്നു. Yes. Hallelujah. ന്യായപ്രമാണ സംബന്ധമായി ഒരിക്കലും കൂനയായ സ്ത്രീയെ ശബത്തിൽ സൗഖ്യമാക്കാൻ പാടില്ല. പക്ഷെ ശബത്ത് ദിവസത്തിൽ യേശു നിബന്ധനകളെ തകർത്തുകൊണ്ട് Yes. കൂനയായ സ്ത്രീയെ നിവർത്തി നിർത്തി. Amen. Hallelujah. Yes. Hallelujah. യേശു പറയുന്നു, അവന്റെ ആത്മാവ് എൻ്റെ മേലിലുണ്ട്, അവന്റെ അഭിഷേകം എൻ്റെ മേലിലുണ്ട്, Hallelujah. സുവിശേഷം പ്രസംഗിക്കുവാൻ, Yes. Hallelujah. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും ഉണ്ടാകുവാൻ. Amen. താങ്ക് യു ജീസസ്. Thank you, Jesus. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഈ പരിശുദ്ധാത്മാവ്, still this Holy Spirit is working, still this Holy Spirit is available, Amen. still this Holy Spirit is moving. Yes. Who believe, Yes. the Spirit of the Lord will come upon you right now. Amen. Hallelujah. Amen. Amen. He will use you. Amen. He will use you Amen. Amen. to heal many people, Hallelujah. to deliver many people. Amen. The Holy Spirit is very sensitive. He is a comforter. Amen. He is God. He is God. Amen. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവ് ദൈവമാണ്. Amen. Yes. യേശു പറഞ്ഞു, ദൈവം ആത്മാവാണ്. Yes. Amen. ഹല്ലേലൂയ. Hallelujah. Hallelujah. യേശു കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുമ്പോൾ, വേദപുസ്തകത്തിൽ ബൈബിളിൽ എന്നെ ഭയങ്കരമായി ടച്ച് ചെയ്ത ഒരു സംഭവമുണ്ട്. മത്തായി 12:28 ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. യേശു ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ അശുദ്ധാത്മാവ് പുറത്തു വന്നു. യേശു ആ ദുരാത്മാവിനെ പുറത്താക്കി. ഉടനെ പള്ളിയിലുള്ളവർക്ക് ഭയങ്കര ദേഷ്യായി. അവർ വിളിച്ചു പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. വേറെ ഏതോ സ്പിരിറ്റിലാണ് ഇവൻ ഈ മിനിസ്റ്റർ ചെയ്യുന്നത്. യേശു പറഞ്ഞു, ഒരിക്കലും ഭൂതത്തിന് ഭൂതത്തെ പുറത്താക്കാൻ കഴിയില്ല. യേശു പറഞ്ഞു, സാത്താൻ തമ്മിൽ ചിതറിക്കുന്നില്ല, ദൈവാത്മാവിനാൽ. Can you please say it? ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കിയത് ദൈവാത്മാവിനാലാണ്. Amen. Yes. But if I cast out devil by the Spirit of God, then the kingdom of God is come unto you. Amen. Yes. Yes. സഹോദരങ്ങളെ, സാക്ഷാൽ യേശു ക്രിസ്തുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ ദൈവാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, Amen. Hallelujah. സാക്ഷാൽ യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണമായിരുന്നെങ്കിൽ, സാക്ഷാൽ യേശു ക്രിസ്തുവിന് സുവിശേഷം അറിയിപ്പാൻ അഭിഷേകം വേണമായിരുന്നെങ്കിൽ, Hallelujah. സാക്ഷാൽ യേശു ക്രിസ്തുവിന് രോഗികളെ സൗഖ്യമാക്കുവാൻ, ബദ്ധന്മാരെ വിടുവിപ്പാൻ, കുരുടന് കാഴ്ച കൊടുക്കുവാൻ ഈ പരിശുദ്ധാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, നിങ്ങൾക്കും എനിക്കും എത്രയധികം, Amen. Amen. നിങ്ങൾക്കും എനിക്കും എത്രയധികം. Yes. താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട്
യേശു കർത്താവ് പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം The first word is important. The first word is important. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ്. Amen. എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. എല്ലാ പാട്ടുകളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. ആ എഴുത്തുകാരൻ്റെ വികാരവും മനസ്സും ആത്മാവും ചിന്തയും ആ പാട്ടിലും എഴുത്തിലും പുസ്തകങ്ങളിലും അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. ബൈബിൾ പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടിരിക്കുന്നതെങ്കിൽ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ പരിശുദ്ധാത്മ പ്രേരിതമായി തിരുവെഴുത്തുകളെ എഴുതി നമ്മളുടെ കരങ്ങളിൽ നൽകിയിരിക്കുന്നെങ്കിൽ ഈ തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ നമ്മളുടെ ജ്ഞാനം കൊണ്ട് കഴിയില്ല. മാത്സ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ മാത്സ് പഠിപ്പിക്കാൻ കഴിയൂ. കെമിസ്ട്രി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാൻ കഴിയൂ. ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയൂ. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ ഇതേത് ആത്മാവിനാൽ എഴുതപ്പെട്ടോ ആ ആത്മാവുള്ളവർക്ക് മാത്രമേ ഇത് യഥാർത്ഥമായി വ്യാഖ്യാനിക്കുവാനും വെളിപ്പെടുത്തി തരുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജെറുസലേമിൽ വലിയ ഒരു ഉത്സവം കഴിഞ്ഞിട്ട് എത്യോപ്യയിലെ രാജ്ഞിയും അവിടുത്തെ മഹാനും കാര്യവിചാരകനുമായ ഷണ്ണൻ ഇവരൊന്നിച്ച് തേരിനകത്ത് പോകുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ആ തേരിനോട് ചേർന്ന് നടക്കുക. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ് അത് വായിക്കുന്നത്. ഫിലിപ്പോസ് ആ തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അകത്തിരുന്നു കൊണ്ട് ആരോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് ഫിലിപ്പോസ് കേട്ടു. അപ്പോൾ ഫിലിപ്പോസ് പുറത്തു നിന്നുകൊണ്ട് അകത്തിരുന്ന് വായിക്കുന്ന ആളിനോട് ചോദിക്കുന്നു, നീ വായിക്കുന്നത് വല്ലതും ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അകത്തിരിക്കുന്ന ആ എത്യോപ്യയിലെ മഹാനും കാര്യവിചാരകനും ഷണ്ണനുമായ ഫൈനാൻസ് മിനിസ്റ്റർ ഫിലിപ്പോസിനോട് പറയുന്നു, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? കാരണം ഫിലിപ്പോസിലുള്ള പരിശുദ്ധാത്മാവ് തേരിനകത്തിരിക്കുന്ന എത്യോപ്യയിലെ മഹാന്റെ മേളിൽ കാര്യവിചാരകന്റെ മേളിലില്ല. ഫിലിപ്പോസ് തന്റെ കൂടെ കേറിയിരിക്കുവാൻ അപേക്ഷിച്ചു. പരിശുദ്ധാത്മാവുള്ള ഫിലിപ്പോസ് ഈ തേരിനകത്ത് കേറിയിരുന്ന് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അകത്തിരുന്ന ആൾക്ക് രൂപാന്തരം ഉണ്ടായി. മണിക്കൂറുകൾക്കകത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഇതാ വെള്ളം, എനിക്ക് സ്നാനപ്പെടണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ഒന്ന് കൈ ഉയർത്തി, ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് എവരിവൺ. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ നിയോഗത്താൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്തുകളെ, വചനങ്ങളെ മനസ്സിലാക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ അവിടുന്ന് എനിക്ക് കൃപ തരണമേ. അവിടുന്ന് എനിക്ക് കൃപ തരണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്തുകൊണ്ടാണ് സാമുവേൽ എന്ന ശബ്ദം ദൈവത്തിന്റെ വിളി കേട്ടിട്ടും സാമുവേലിന് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? സാമുവേൽ ചെന്നിട്ട് ഏലിയോട് ചോദിക്കുകയാണ്,
യജമാനനെ, ഞാൻ ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ദൈവശബ്ദം മുൻപ് കേട്ടിട്ടുള്ള ഏലി, ദൈവശബ്ദം എന്താണെന്ന് അറിയാവുന്ന മനുഷ്യൻ സാമുവേലിന് പറഞ്ഞു കൊടുക്കുകയാണ്, സാമുവേലേ, ഇനി അങ്ങനൊരു വോയിസ് നീ കേട്ടാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണം. കാരണം ആ ടൈമിൽ, ആ പ്ലേസിൽ, ആ സമയത്ത് ദൈവശബ്ദം വെളിപ്പെടാൻ സാധ്യതയുള്ളതെന്ന് പലതവണ എക്സ്പീരിയൻസ് ചെയ്തവൻ അവനത് പറഞ്ഞു കൊടുക്കുകയാണ്. എലീശായുടെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനായ ഗേഹസി എലീശായോട് വന്ന് പറയുന്നു, യജമാനെ, താഴ്വരയിൽ ഒരു വലിയ സൈന്യം നിരന്നിരിക്കുകയാണ്. നമ്മോട് കൂടെ ഉള്ളവരെക്കാളും അധികം അവരോട് കൂടെ ഉള്ളവരാണ്. വേദപുസ്തകം പറയുന്നു, എലീശ തന്റെ ശിഷ്യനു വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവേ, ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അവന്റെ പുറമേ ഉള്ള കണ്ണ് തുറന്നിരിക്കുകയാണ്. അവൻ ബ്ലൈൻഡ് അല്ല, അവൻ അന്ധനല്ല. അവന്റെ ആത്മാവിന്റെ കണ്ണ് തുറക്കുവാൻ എലീശ പ്രാർത്ഥിച്ചു. എന്നിട്ട് എലീശ പറഞ്ഞു, ഇനി നീ പോയി നോക്കാൻ പറഞ്ഞു. അവന്റെ സ്പിരിച്വൽ ഐസിനെ എലീശ അൺലോക്ക് ചെയ്തു. അവൻ പോയി നോക്കി താഴ്വരയിൽ. അവൻ താഴ്വരയെ നോക്കിയിട്ട് പറഞ്ഞു, തിരിച്ചു വന്ന് പറഞ്ഞു, യജമാനനെ, അവരോട് കൂടെ ഉള്ളതിനേക്കാളും അധികം നമ്മോട് കൂടെ ഉള്ളവരാണ്. അഗ്നിമയമായ രഥങ്ങൾ അവൻ കാണുകയാണ്. സ്പിരിച്വൽ വേൾഡ്, അൺസീൻ വേൾഡ് അവൻ കാണുകയാണ്. ലിസൺ ടു മീ. കണ്ണ് തുറന്നവനെ കണ്ണ് തുറപ്പിക്കാൻ പറ്റും. ചെവി തുറന്നവനെ ചെവി തുറപ്പിക്കാൻ പറ്റും. സ്പിരിച്വൽ ഇയേഴ്സ്, ആത്മീകമായ കാതുകൾ തുറന്ന ഏലിക്ക് മാത്രമേ സാമുവേലിനെ ആ കാതുകൾ തുറപ്പിച്ച് ദൈവശബ്ദത്തെ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് തിരുവെഴുത്തുകളുടെ നാഥനായവൻ, യഥാർത്ഥ തിരുവെഴുത്തായവൻ അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിൽ പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികൾ ആകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എത്ര പ്രാവശ്യമായി നിങ്ങളുടെ മേൽ? യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്ന് യേശുവിന്റെ മേൽ വന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ വായിക്കുന്നു, പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളെ ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ എന്ന് അവരോട് അരുളി ചെയ്തു. ഉയരത്തിലെ ശക്തി ധരിക്കുക. യേശു ഇത് പറയുന്നത് ശിഷ്യന്മാരോടാണ്. Who is disciples? They are ordained. Yes. They are ordained by Jesus Christ. Amen. 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 They are appointed. Yes. They are ordained. യേശു കർത്താവ് തിരഞ്ഞെടുത്ത, അഭിഷേകം ചെയ്ത, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്ത, ഓർഡിനേഷൻ കൊടുത്ത ഈ അപ്പോസ്തലന്മാർക്ക് എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ പലതവണ നേരിട്ട് കണ്ടു. യേശു ക്രിസ്തുവിന്റെ കൂടെ അവർ ഭക്ഷണം കഴിച്ചു. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഒപ്പം നിന്ന് കണ്ടു. പത്രോസ് കടലിന്റെ മേളിലൂടെ നടന്നു. 5 അപ്പവും 2 മീനും 10,000 വർദ്ധിക്കുന്നത് കാണുക മാത്രമല്ല, അവരുടെ കൈ കൊണ്ട് അത് എടുത്തവർ വിളമ്പി. Amen. ഇത്രയും മഹാത്ഭുതങ്ങൾ കണ്ട
യേശുക്രിസ്തു നേരിട്ട് ഓർഡൈൻ ചെയ്ത ഈ അപ്പോസ്തലന്മാർക്ക് എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി? യേശു പറഞ്ഞു, ഉയരത്തിലെ ശക്തി ധരിക്കാതെ, പരിശുദ്ധാത്മാവും നിങ്ങളുടെ മേൽ വരാതെ, ശുശ്രൂഷയാണെന്നും പറഞ്ഞുകൊണ്ടൊന്നും വെളിയിലിറങ്ങിയേക്കരുത്. ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ തന്നെ പാർക്കുകയും. ഈ ഗെത്സമന തോട്ടത്തിൽ ഈ പീറ്റർ ഒരു പടയാളിയുടെ, ഒരു പട്ടാളക്കാരന്റെ കാതങ്ങ് വെട്ടി തറയിട്ടു. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഈ ഗെത്സമന തോട്ടത്തിൽ പീറ്റർ യേശുവിനെ പിടിക്കാൻ വന്ന ആ ഓഫീസറിന്റെ, പട്ടാളക്കാരന്റെ കാത് വെട്ടിയിട്ടത് നമ്മൾ ചിന്തിക്കുന്ന സ്നേഹം കൊണ്ടാ. പത്രോസിന്റെ വലിയ കൂറും ആത്മാർത്ഥതയും യേശുവിനോടുള്ള സ്നേഹമാണ്. പക്ഷേ നോ, പീറ്ററിനെ പിശാച് അവിടെ ഉപയോഗിച്ചതാ, സാത്താൻ ഉപയോഗിച്ചതാ. കാരണം പലപ്പോഴും പിശാചിനൊരു ഇൻഫ്ലുവൻസ് അവൻ്റെ മേളിൽ ഉണ്ടായിരുന്നു. അത് യേശു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പീറ്ററിനെ നോക്കി യേശു ഒരിടത്ത് വെച്ച് പറഞ്ഞത്, സാത്താനെ നീ മാറി നിൽക്ക്, നീ ദൈവത്തിൻ്റെതല്ല പറയുന്നേ, നീ ദൈവത്തിൻ്റെതല്ല പറയുന്നേ, നിന്നിൽ ഒരു ഡിമോണിക് സ്പിരിറ്റ് ഉണ്ടെന്ന് പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു. Hallelujah. Thank you, Holy Spirit. Thank you, Jesus. പടയാളിയുടെ ചെവിയെ വെട്ടിയതല്ല, കഴുത്തിന് വെട്ടിയതാ. ആ പടയാളി തിരിഞ്ഞു, എങ്ങനെയോ മൂവ് ചെയ്തു, പക്ഷെ അവന്റെ കാതറിന്ന് തറയെ വീണു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരു ചെവിയും അറിയാതെ, ഒരൊറ്റ മനുഷ്യൻ പോലും കാണാതെ യേശു സെക്കൻഡുകൾ കൊണ്ട് ആ ചെവി എടുത്ത് തിരിച്ചു വെച്ചു. കർത്താവ് അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് ഡേ കോടതികൾ വിധിക്കുമ്പോൾ എന്തുവാ വിധി വരുന്നതെന്നറിയാമോ? ഈസ് എ ക്രിമിനൽ. കാരണം ഇവനും ഇവന്റെ ആളുകളും കൂടെ ഉദ്യോഗസ്ഥന്മാരുടെ, ഓഫീസർമാരുടെ കഴുത്തെ വെട്ടി. ഇവന്റെ ഗുണ്ടകൾ, ഇവനും ഇവന്റെ ഗുണ്ടകളും ചേർന്ന് ഒരു ഓഫീസറെ കൊല്ലാൻ ശ്രമിച്ചു. അദ്ദേഹം ഒഴിഞ്ഞു മാറിയതേ, പുള്ളിയുടെ ചെവി നോക്കിയേ, ആ ചെവി അറുന്നു വീണു. അതിന് കാരണക്കാരൻ ഇവനും ഇവന്റെ കൂടുള്ളവരുമാണ്. ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീതിമാനല്ല, ഇവൻ ക്രിമിനലാണ്, ഇവൻ കുറ്റക്കാരനാണ്. പക്ഷെ യേശുവിനെ കുറിച്ചുള്ള വാഗ്ദത്തം അങ്ങനെയല്ല കിടക്കുന്നേ. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം അങ്ങനെയല്ല കിടക്കുന്നേ. ആ പ്രവചനത്തെ തെറ്റിക്കാൻ പിശാച് ഒരു സെക്കൻഡിലേക്ക് പത്രോസിനെ കയ്യിലെടുത്തു. പക്ഷെ കർത്താവിന്റെ കരങ്ങൾ ആ ശത്രുവിന്റെ പദ്ധതികളെ പൊളിച്ചു കളഞ്ഞു. Oh, in the name of Jesus. Hallelujah. Hallelujah. Amen. The enemy is planning something in your life, but the Spirit of the Lord is revealing me tonight. Yes. The Almighty God is going to scatter and break it and destroying it in the name of Jesus Christ. Yes. Amen. അതുകൊണ്ട് ഈ ശിഷ്യന്മാര് അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. കാരണം നിങ്ങളുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റാൻ നിങ്ങൾ കണ്ട അത്ഭുതങ്ങൾക്ക് കഴിഞ്ഞില്ല. എൻ്റെ ചോദ്യം, കാനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞായത് പത്രോസിന്റെ സ്വഭാവത്തെ മാറ്റിയോ? 5 അപ്പവും 2 മീനും വർദ്ധിച്ചതും വിളമ്പിയതും അവരുടെ സ്വഭാവത്തെ മാറ്റിയോ? നോ ചേഞ്ചസ്. കടലിന്റെ മേളിൽ നടന്നത് അവരുടെ ക്യാരക്ടറിനെ മാറ്റിയോ? പക്ഷേ യേശു പറഞ്ഞു, കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. The one touch of Holy Spirit will change everything. You pray, children of God, you pray. My beloved son and daughter, you pray. You pray. You pray for your husband, your wife, your children, your friends, your relatives. Lord, the Spirit of the Lord, touch my husband, touch my wife, touch my children. Fill them, Lord, fill them.
Yes. എന്റെ കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് തൊടണമേ. എന്റെ ഭർത്താവിനെ തൊടണമേ. എന്റെ ഭാര്യയെ സ്പർശിക്കണമേ. എന്റെ കൂട്ടുകാരെ സ്പർശിക്കണമേ. Yes. പരിശുദ്ധാത്മാവ് അവരെ തൊടണമേ. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. Amen. Amen. സത്യത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വന്നാൽ Yes. സത്യം എന്തെന്ന് അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. Amen. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണം ഇല്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തൻ്റെ കരുണാപ്രകാരമത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. മുൻപേ നമ്മളും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയുള്ളവരും അസൂയയിൽ ജീവിച്ചവരും ദേഷ്യതരും അന്യോന്യം പകയ്ക്കുന്നവരും ഒക്കെ ആയിരുന്നു. എത്ര പേര് സമ്മതിക്കും? ഓക്കെ. എന്നാൽ 7-ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ, കണ്ടോ അവിടെയും കണ്ടോ, നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് ഒരു ഉണർവുണ്ടാകണമെങ്കിൽ, ഒരു നവീകരണം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മേൽ ധാരാളമായി പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടണം. നിങ്ങളുടെ മേൽ വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവിനാൽ നവീകരണങ്ങൾ സംഭവിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ്. ഈസ് എ പേഴ്സൺ. പിതാവായ ദൈവം ദൈവമായിരിക്കുന്നത് പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പോൾ എൻ്റെ അടുക്കൽ ഇരിക്കുന്ന പാസ്റ്റർ ജിജി മോഹനെ, പാസ്റ്റർ പ്രതാപിനെ, പാസ്റ്റർ അരുണിനെ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, എൻ്റെ മുമ്പിലിരിക്കുന്നവരെ എനിക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ രൂപമുള്ള, ഭാവമുള്ള, ഇമോഷൻസ് ഉള്ള, സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഈക്വൽ ഇമ്പോർട്ടൻസ്. പിതാവായ ദൈവം ദൈവമായിരിക്കുന്ന പോലെ, പുത്രനായ ക്രിസ്തു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവമാണ്. അതുകൊണ്ടാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ, ഈക്വൽ ഇമ്പോർട്ടൻസ്, പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. കാരണം ദൈവമാത്മാവാണ്. യേശു കർത്താവിനെ ലാസർ ദീനമായി കിടക്കുമ്പോൾ യേശുവിനെ വീട്ടിൽ വിളിക്കുന്നു. യേശു ആ വീട്ടിൽ പോയില്ല എന്നുള്ള കാരണം കൊണ്ട് ലാസർ മരിച്ചു. യേശു ആ വീട്ടിൽ ചെന്നു എന്ന കാരണം കൊണ്ട് ലാസർ ഉയർത്തു. യേശുവിന് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ, ചെന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരണം സംഭവിക്കുന്നു. യേശു ചെന്നു കഴിഞ്ഞാൽ മരിച്ചതാണെങ്കിലും ഉയർക്കുന്നു. യേശു കബർന്നഹോമിൽ നിൽക്കുമ്പോൾ കബർന്നഹോമിൽ മാത്രം ജനം കൂടുന്നു, വിടുതൽ നടക്കുന്നു. നയീനിൽ ഒന്നും സംഭവിക്കുന്നില്ല. യേശു നയീനിൽ നിൽക്കുമ്പോൾ ബഥാനിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. യേശു എവിടെ വരുന്നു അവിടെ മാത്രം ആള് കൂടുന്നു, അവിടെ ഡെലിവറൻസ് നടക്കുന്നു. But now, but today, His presence is everywhere. His power is everywhere. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. എല്ലാരും പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. 2023 വർഷങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്നവന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലുണ്ട്. നിങ്ങളുടെ ആ മുറിയിലുണ്ട്, നിങ്ങളുടെ ശ്വാസത്തിന് തൊട്ടരികിലുണ്ട്, അവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്.
Believe it. അപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ, അല്പമായിട്ടല്ല വരുന്നത്. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുള്ളത് കൊണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിത്വമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:16 യേശു പറഞ്ഞത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. Can you please let us say, I receive. നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരും. Amen. യോഹന്നാൻ 15:26 പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് അയപ്പാനുള്ള കാര്യസ്ഥനായ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ, ഈ അവൻ എന്ന പദം നിങ്ങൾ കണ്ടോ? ഹീ. ഹല്ലേലൂയ. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം തരും. അവൻ സാക്ഷ്യം പറയും. ഹല്ലേലൂയ. ആമേൻ. John 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. He will guide you. If he shall not speak, look at that word, and he will show you things to come. He. Amen. അവൻ. Yes. Thank you, Holy Spirit. Hallelujah. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 63:10 എഴുതിയിട്ടുണ്ട്, എന്നാൽ അവർ മത്സരിച്ച അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. ഒരു കാറ്റല്ലത്, കേവലം ഒരു പവർ അല്ല. ഇറ്റ്സ് എ പേഴ്സൺ. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനോട് കൂടെ നടന്നത് ഏഷ്യയിലേക്ക് പോകാൻ, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ പോകാൻ അപ്പോസ്തലന്മാർ തയ്യാറാകുമ്പോൾ ബൈബിൾ പറയുന്നു ആസിയയിലേക്ക്, ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ, ആസിയയിലേക്ക് പോകരുത് എന്ന് പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. സംസാരിക്കുന്നു, മിണ്ടുന്നു. 2 കൊരിന്ത്യർ 13:14. May the grace of the Lord Jesus Christ and love of God and the fellowship of the Holy Spirit be with you all. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. നോർമലി നമ്മൾ ഈ വാക്യം എടുത്തു പറയുന്നത് നമ്മുടെ മീറ്റിങ്ങുകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. This is a revelation. It's a mystery. Amen. 3 കാര്യം പോൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെയാ പറയുന്നത്, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും. It's a wrong. That's a wrong way. അതല്ല അതിന്റെ കറക്റ്റ് വഴി. നിങ്ങൾ എവിടെ എടുത്തു നോക്കിക്കോ, May the grace of the Lord Jesus Christ, യേശുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും. നമ്മൾ സാധാരണ തിരിച്ചാ പറയുന്നത്, ദൈവത്തിന്റെ സ്നേഹവും യേശുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ. ആദ്യം വരേണ്ടത് യേശുവിന്റെ കൃപയാണ്. ആ കർത്താവിന്റെ ഗ്രേസ് ആണ്, കർത്താവിന്റെ കൃപയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത്. ഇത് പൗലോസ് പറയുന്ന കൃത്യമായ റൂട്ടിലാണ്, കൃത്യ വഴിയിലാണ്, കൃത്യ കണക്ഷനിലാണ്. His grace is my grip. Amen. By the grace of Jesus I am living. Amen. By the grace of Jesus I am preaching. Yes. Amen. By the grace of Jesus I am enjoying the salvation. Amen. Hallelujah. Everything. Amen. Because of His grace. Yes. Hallelujah. His grace is my grip. Amen. എനിക്കൊരിക്കലും ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കാൻ ഒരു റൈറ്റും ഉള്ള ആളല്ല.
ഇന്നും യഹൂദന്മാർ തന്റെ സ്വന്തം ജനമെന്ന് പറയുന്ന ജൂയിഷ് ആയിട്ടുള്ള ആളുകൾ പോലും അവന്റെ നാമം അധരത്തിൽ എടുക്കാൻ ഭയപ്പെടുന്നു. അവർ ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ ഭയപ്പെടുന്നു. ഏലിയാവിന് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, മോശയ്ക്ക് അത് വിളിക്കാൻ കഴിഞ്ഞില്ല, ഗിദയോൻ അത് വിളിക്കാൻ കഴിഞ്ഞില്ല. അബ്രഹാമും ദൈവത്തെ വിളിച്ചത് അഡോനായ, യജമാനനെ എന്നാണ്. പക്ഷെ യേശു ഈ ഭൂമിയിൽ വന്ന് ദ മോഡൽ ഓഫ് പ്രേയർ, പ്രാർത്ഥനയുടെ മാതൃക പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Hallelujah. സ്വർഗത്തിലെ അപ്പ നമ്മുടെ പിതാവായി മാറുകയാണ്. Amen. Amen. ആ പിതാവിനോടുള്ള സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തത് യേശുവിന്റെ കൃപയാണ്. Hallelujah. ഇന്ന് ഈ സർവീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പന്റെ സ്നേഹമോ, അമ്മയുടെ സ്നേഹമോ, ഭർത്താവിന്റെ സ്നേഹമോ, ഭാര്യയുടെ സ്നേഹമോ, മക്കളുടെ സ്നേഹമോ, മാതാപിതാക്കളുടെ സ്നേഹമോ ലഭിക്കാതെ പോയ ആരെങ്കിലും എന്നെ കാണുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടാതെ പോയ മുഴുവൻ സ്നേഹവും നിങ്ങൾക്ക് നൽകുന്ന നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന നല്ലൊരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്കുണ്ട്. Amen. Amen. നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിലാക്കുന്ന, നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഹെവൻലി ഫാദർ, ഒരു സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. He loves you. He loves you very much. Jesus loves you, my brother. Jesus loves you, my sister. He loves you so much. കർത്താവിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. യേശുവിന് നിന്നെ ജീവനാ. Hallelujah. Thank you, Holy Spirit. 2 Corinthians chapter 13. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഓക്കെ, യേശുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പിതാവായ ദൈവത്തോടുള്ള സ്നേഹവുമായി എന്നെ കണക്ട് ചെയ്തു അല്ലേ? പക്ഷെ മൂന്നാമത്തെ കാര്യം, that is our part. യേശുവിന്റെ കൃപ നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട. യേശു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലവും ചെയ്തു. സർവശക്തനായ ദൈവം നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നില്ല. ഓൾറെഡി അവൻ നിങ്ങളെ സ്നേഹിച്ച് കഴിഞ്ഞു. ഇപ്പോഴും still he loves you. പക്ഷെ മൂന്നാമത്തെ കാര്യം തന്നെ ഉണ്ടാകുന്നതല്ല. that is our part. പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ, that is our part. That is our part. The communion with the Holy Spirit. The communion means communication. How many people are communicating with the Holy Spirit in your everyday life, day-to-day life? How many people communicated Holy Spirit today morning? Today evening? You can speak to Him. He want to speak to you something to you, my brother and sister. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നിലയിൽ നമ്മൾ കുറേ സമയം പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് പോകാറാ പതിവ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങളൊന്ന് ഇരുന്നേ. നിങ്ങളോട് മിണ്ടാൻ അവൻ ആഗ്രഹിക്കുന്നു. അന്ത്യകാലത്തിൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ്